പാറുവേ എന്നാ നോക്കിക്കൊണ്ടിരിക്കുക? നീ വിളിയടി. നടക്കടാൻ പോണോ? പിന്നല്ലാതെ. അമ്മൂമ്മേ, കനയാന്റി, ലച്ചാച്ചി, ശിവച്ചാച്ചി, എല്ലാരും വാ. എന്താടാ? എവിടെ എവിടെ അമ്മൂമ്മ കനാന്റെ ഒക്കെ? വിളി വിളി വിളി. അമ്മൂമ്മേ, കനയാന്റി. എന്താ എന്താ പരിപാടി? നമ്മള് സാധാരണ ഇവിടെ എന്തെങ്കിലും പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് പാർട്ടി അറേഞ്ച് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടേ. പക്ഷെ നമ്മൾ ഇപ്പം ഡേ കെയർ തുടങ്ങിയതിന് ശേഷം അത് ചെയ്തോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോ നമ്മളൊരു ഗ്രാൻഡ് പാർട്ടി അറേഞ്ച് ചെയ്യാൻ പോകുന്നു. മീര ടീച്ചറിന് സന്തോഷല്ലേ? ആ, ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു. കേശു ആണോ ചെലവ് നടത്താൻ പോണേ? ഞാനാ? ഞാൻ അങ്ങനെ ഒരാളെ അങ്ങനെ റാൻഡമായിട്ട് തെരഞ്ഞെടുത്താൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതൊരു ഭാഗ്യ പരീക്ഷണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. എടാ 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 എടാ, അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. നീ നിന്റെ അച്ഛന്റെ കൂട്ട് വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ശരി, പരിപാടി വളരെ സിമ്പിൾ ആണ്. നമ്മള് ചില കാര്യങ്ങളൊക്കെ ഒരു ഗെയിം വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാകുമ്പോ അടി ഇടിയും ചവിട്ടും കുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പം നിലവില് ഇത് കണ്ടിട്ട് എല്ലാവർക്കും എന്ത് തോന്നുന്നു? നീ കള്ളനും പോലീസും കളിക്കാൻ പോകുന്നു. ഏച്ചി പോടി. നീ ആളെ തെരഞ്ഞെടുക്കണ കള്ളനും പോലീസും കളിച്ചിട്ടാണ് മക്കളെ പറഞ്ഞോട്. നറുക്കിടാൻ പോന്ന്. നറുക്കോ? എന്ത് നറുക്ക്? ചേച്ചി. ഓ മീര, ഇവിടെ ഈ നറുക്കിടുന്ന പരിപാടി സ്ഥിരവാ. പാറുവിന്റെ പേരൊഴികെ ബാക്കി എല്ലാവരുടെ പേരെഴുതി നറുക്കിടും. ആരുടെ പേരാണോ വീഴുന്നത് അയാള് ചെലവ് എടുത്തും. പിന്നെ സാറേ, ഉഡായിപ്പ് പരിപാടി ഒന്നും നടത്താൻ പറ്റില്ല. നിന്റെ പേര് എഴുതിയിടണം. അവൻ എന്റെ പേര് എഴുതി വിടുമല്ലോ. അല്ലെ എന്ത് ഉഡായിപ്പ് പരിപാടി? ഞങ്ങളുടെ ഫ്രണ്ട് വെച്ചല്ലേ ഞാൻ പേര് എഴുതാൻ പോണേ. എന്നാ ആദ്യം എഴുത്. എഴുതാ. അമ്മുമ്മോയി കനകാന്റിയായി തുടങ്ങിയാട്ടെ. തുടങ്ങട്ടാ. അമ്മുമ്മോ, പേര് വീണ് കഴിഞ്ഞാ ചെലവ് നടത്തണം. പിന്നെ ഞാൻ പറയല് എന്റെ പേര് വീണ ഞാൻ ചെലവ് ചെയ്തിരിക്കും. അത്ര തന്നെ. കനകാന്റിയായി ചെലവ് ചെയ്യണം. കണ്ടിപ്പാ ഞാൻ സെഞ്ചിരിക്കും. യേശുവേ, പേര് വീണ ചെലവ് ചെയ്യണം. അപ്പൊ എങ്ങാനും ഞഞ്ഞാ കുഞ്ഞാ പറഞ്ഞാലാണ് ഞാൻ പൊന്നുമോനെടുത്ത് വെളയിലിടും. കേട്ടല്ലോ? എല്ലാരും എന്റെ അടുത്ത് പറയണേ. നോക്കി യാതൊരുവിധ അടവും കാണിക്കാൻ പാടില്ല. നീ എന്തോ അഭ്യാസം കാണിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടാ, ഇത് കഷ്ടമായില്ലേ ഇതിപ്പം? എന്റെ അമ്മൂമ്മോൻ അങ്ങനെ പറയാൻ തുടങ്ങി. എങ്ങനെ അമ്മൂമ്മ? എഴുത്. എല്ലാരും നോക്കണം. ഓക്കെ. കള്ളമില്ല, ചതിയില്ല. എള്ളോളമില്ല, പൊളിവച്ചനും ബാക്കി പാട്ടും കൂടെ പാടാ. പിന്നെ എഴുതടാ. ചോനറത്തല ഭവാനിയമ്മ. മടക്കടി. ഇങ്ങനെ മടക്കട്ടെ. വേണ്ട, ഞാൻ മടക്കാം. അടുത്തത് മധുരൈ മാവട്ടം കനകം. മധുരൈ മാവട്ടം കനകം. നല്ല പേരല്ലമ്മ? നല്ല പേര്. കുഴിപ്പള്ളം ലച്ചോ. നീ മിക്കവാറും കൊണ്ടേ പോകത്തുള്ളൂ. ചെന്നൈ ശിവാലി. അടുത്തത് അടുത്താണ് ഞാൻ കേക്കണ്ടേ. എഴുത്. കിളവൻ കേശു. അല്ല മോനെ, കാട്ടുകോഴി കേശു. ഗന്ധർവൻ കേശു. മരവാഴ കേശു. കൊതിയൻ കേശു. വേണ്ട. ആരുടെ സഹായം വേണ്ടേ? ഞാൻ തന്നെ എഴുതിക്കൊള്ളാം. പ്രിൻസിപ്പാൾ കേശവ് ബാലചന്ദ്രൻ തമ്പി. ഒരു പിഞ്ചിപ്പാള് കൊണ്ടേക്കാണ്. കണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇടട്ടോ. എന്താ 5 പേരടി. ടീച്ചറിന് പേര് വെക്കണം. പാവൻ ടീച്ചർ വേണ്ട, പോട്ട്. അങ്ങനെയൊന്നുമില്ല, എഴുതിക്കോ. അല്ല പിന്നെ ടീച്ചർ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നീ നോക്കി എഴുതങ്ങോട്ട്. കേട്ടോ, ടീച്ചർ ചെയ്യുന്നറിയാം. എന്നാലും പാലക്കാട് മീര കൃഷ്ണൻ. എന്തടി? അങ്ങനെ വിശ്വാസക്കുറവ്. നീളത്തി വേണം ഒരു സാധനം ഇരിക്കെ. നീ ചുമ്മാ ആവശ്യമില്ലാതെ മടക്കി കുറുക്കല്ലേ. മണ്ട ലോട്ടിടുവോ എടുക്കുന്നോ? എല്ലാം ഉണ്ടോ? കുറെ എക്സ്ട്രാ വന്ന പേപ്പറിൽ അവിടെ എന്തിനീ ഇത് മടക്കിട്ട് ഇപ്പൊ വെച്ചേക്കുന്നില്ലേ? ഇപ്പൊ ഇടാം. ഓക്കെ. എത്ര 1 2 3 4 5 6. ഓക്കെ,
പറ നീ ഇട്. നീ ഇപ്പൊ ഞാൻ ഇട്ടിട്ട് എല്ലാം കൂടി എഞ്ചത്തിൽ പോകാൻ പുലിക്ക് വച്ചേ എന്നാ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇനി ഒരെണ്ണം ഇട്. അയ്യോ ഏറ്റവും ദൂരെ പോയതന്നെ അവളെ എടുത്തണ്ടില്ലേ. ആടാ പാലക്കാട് മീരാകൃഷ്ണൻ. ടീച്ചറിന് സങ്കടമായി കാണുമല്ലോ. എന്തിനു സങ്കടം? സങ്കടമൊന്നുമില്ല. ഇല്ല. അപ്പൊ ചെലവ് ചെയ്യും. പിന്നെ അപ്പൊ എല്ലാം പറഞ്ഞ കൈയടിച്ച് പാസ്സാക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.